ഇനി നമുക്ക് സൂറത്തു ഷർഹ് പാരായണം ചെയ്യുന്നത് പഠിക്കാം. സൂറത്തു ഷർഹ് ആദ്യമായി ഞാൻ പാരായണം ചെയ്യാം. എൻ്റെ പിന്നാലെ നിങ്ങൾക്കും പാരായണം ചെയ്യാനുള്ള അവസരം നൽകാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ ആയത്തിലും ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ നിയമവശങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും മുസ്ഹഫ് തുറന്നു വെച്ചുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം എന്ന് പറയുമ്പോഴുള്ള മീം, സാക്കിന മീമിന് അല്പം പോലും അണിച്ചു പോകരുത്. ഇൽഹാർ ഷഫവിയാണ്. നഷ് റഹ്, നഷ് റഹ്. റാഇന് തഫ്ഖീമുണ്ട്. ഹൽക്കിൽ നിന്നും വരുന്ന, തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലഖ, ലൊക്ക, ലൊക്ക എന്നൊന്നും പറയരുത്. ലഖ, സ്വാദ് റോക്ക്, സ്വാദ് റോക്ക്. സ്വാദിന് തഫ്ഖീം, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, പെരുപ്പിച്ചുച്ചരിക്കണം. ദാലിൻ്റെ കൽക്കല, സ്വാദ് കൽക്കല അഥവാ സുക്കൂനിനെ ഹർക്കത്ത് പോലെ ചലിപ്പിക്കുക. റാഇന് തഫ്ഖീം, ഖാഫിന് തർക്കീഖ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അലം നശ്റഹ് ലക സദ്റക്. വവദഅന, ദ്വാദ് മുമ്പും നമ്മൾ പല തവണ സൂചിപ്പിച്ചതാണ്. ദ്വാദിൻ്റെ ഉച്ചാരണം, അതിൻ്റെ മഖ്റജ്, നാവിൻ്റെ ഒരു ഭാഗം മുഴുവനായിക്കൊണ്ട് ഒരു സൈഡ്, ഒരു അരു, അത് മേലെ മാ യുഹാദിഹി മിനൽ ഹനക്കിൽ അഅല അല്ലെങ്കിൽ മിനൽ അദ്റാസ്, മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. മാ യുഹാദിഹി മിനൽ അദ്റാസിൽ ഉലിയ. ووضعنا عنك وزرك. الذي മദ് മുൻഫസിൽ ജായിസ്. ആ ദീർഘം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാൻ അനുവദനീയമുള്ളതാണ്. ദീർഘം നൽകുകയാണെങ്കിൽ 4 മാക്സിമം 5 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കുക. അൻഖദ, അൻഖദ. നൂനിനെ മണിക്കണം. ഇഖ്ഫാ, ആ ഇഖ്ഫാ ചെയ്ത് മണിക്കുമ്പോൾ ആ ഉന്നത്തിലും മണിക്കലിലും തഫ്ഖീം ഉണ്ടാകും, പെരുപ്പിക്കലുണ്ടാകും. കാരണം ശേഷമുള്ളത് ഖാഫാണ്, പെരുപ്പിച്ചുച്ചരിക്കേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. അൻഖദ, ദ്വാദ് നേരത്തെ സൂചിപ്പിച്ചു, എന്നാൽ ശേഷമുള്ളത് വാ ആണ്. വാവും തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുന്നു. പക്ഷേ രണ്ടും ഒരേപോലെ ഉച്ചരിച്ചു പോയത്, രണ്ടും രണ്ടക്ഷരങ്ങളാണ്, 2 മഖ്റജുകളിൽ നിന്ന് ഉച്ചരിക്കുന്നവയാണ്, ഉത്ഭവിക്കുന്നവയാണ്. വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ ഏറ്റവും മേലെ മുൻപല്ലുമാണ്. ദ്വാദ് ആവട്ടെ നേരത്തെ സൂചിപ്പിച്ചു, നാവിൻ്റെ അരുവും ഒരു ഭാഗം, ഒരു സൈഡും മേലെ അണപ്പല്ലുമാണ്. അപ്പോൾ അത് രണ്ടും വേർതിരിഞ്ഞ് ക്ലിയറായി കൃത്യമായി ഉച്ചരിക്കുക. അത് ആവർത്തിച്ച് പരിശീലനം നേടേണ്ട ഒരു ഭാഗമാണ് ഈ വചനം. പ്രത്യേകം ശ്രദ്ധിക്കുക. റാഇനും തഫ്ഖീം ഉണ്ടാകും. الذي أنقض ظهرك. ورفعنا لك ذكرك. അവിടെ ദിക്റക്ക് എന്ന് കാഫിൻ്റെ സുക്കൂന് ചലിപ്പിക്കാൻ പാടില്ല. ഹറക്കത്ത് പോലെ
പറഞ്ഞു പോയത്. ദിക്റക് ദിക്റക്. വറഫഅനാ ലക ദിക്റക്. ഫഇന്ന നൂനിനെ മണിക്കുക. മഅൽ ഉസ്രി യുസ്റാ. റാഇന് തഫ്ഖീം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അവിടെ ഉസ്രി യുസ്റ എന്നൊക്കെ പലരും തെറ്റായി പറഞ്ഞു പോകും, സൂക്ഷിക്കണം, അങ്ങനെ വരരുത്. അൽ ഉസ്ർ സീനിൻ്റെ സുക്കൂന്, അതുപോലെ യുസ്റ രണ്ട് സീനിൻ്റെയും സുക്കൂൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഓതി നോക്കാം. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഫഇദാ ഫറഗ്ത. റായിന് തഫ്ഖീമുണ്ട്, പെരുപ്പിച്ച് പറയണം. ഗൈനിനും തഫ്ഖീമുണ്ട്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, പെരുപ്പിച്ച് പറയണം. ഗൈനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മേലെ അറ്റമാണ്, നാവിൻ്റെ താഴെയായിക്കൊണ്ട് നാവ് അവസാനിക്കുന്ന തൊണ്ട ഉത്ഭവിക്കുന്ന ആ ഭാഗം ഫറഗ്. ഗൈന് പ്രത്യേകം പരിശീലനം ആവശ്യമാണ്, ശ്രദ്ധിച്ചുച്ചരിക്കുക. ഫൻസബ്. സ്വാദിന് തഫ്ഖീമുണ്ട്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ ഇഖ്ഫ ചെയ്യുന്ന സുക്കൂനുള്ള നൂനിലും ഗുന്നത്ത് ചെയ്യുമ്പോൾ മണിക്കുമ്പോൾ അതിൽ അല്പം തഫ്ഖീം ഉണ്ടാകും, തഫ്ഖീമോടുകൂടി ഉച്ചരിക്കണം. ഫൻസബ്. فإذا فرغت فانصب. وإلى ربك. رائن تفخيم. فرغب. رائن فر. റൈന തഫ്ഖീം, ഗൈനിനും തഫ്ഖീം. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്, സൂക്ഷിക്കുക. വഇലാ റബ്ബിക ഫർഗബ്. ആ ബാഇന് സുക്കൂൻ എഴുതിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഫർഗബ് എന്ന ബാഇന് സുക്കൂൻ എഴുതിയിട്ടില്ല. എന്താണ് കാരണം? നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അടുത്ത സൂറത്തിൻ്റെ ബിസ്മിയുടെ ബാഇൻ്റെ മുകളിൽ ഷദ്ദും എഴുതിയിട്ടുണ്ട്. സൂറത്തു തീൻ്റെ ബാഇന് മുകളിൽ ഷദ്ദ് കൊടുത്തിട്ടുണ്ട്. ഇതിനർത്ഥം ആരെങ്കിലും വസ്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ രണ്ട് സൂറത്തുകളെയും, ഈ ആയത്തിനെയും ഫർഗബ് എന്ന വചനത്തെയും അടുത്ത സൂറത്തുമായി ചേർത്തോതുവാൻ വഖഫ് ചെയ്യാതെ ഓതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ ഇദ്ഗാം വന്നു ചേരും. وإلى ربك فارغب بسم الله الرحمن الرحيم والتين والزيتون എന്ന് പാരായണം ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫർഗബ് എന്ന ബായിന് സുക്കൂൻ എഴുതാതെയും അടുത്ത സൂറത്തു തീനിൻ്റെ ബിസ്മിയുടെ ബായിന് മുകളിൽ ഷദ്ദ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വസ്ല് ചെയ്തു കഴിഞ്ഞാൽ ബിസ്മി ഓതി അവസാനിപ്പിക്കാതെ അടുത്ത ആയത്ത് കൂടി വത്തീനി വസ്സൈത്തൂൻ കൂടി അതിനോട് ചേർത്ത് ഓതാൻ സാധിക്കേണ്ടതുണ്ട്. ബിസ്മിയിൽ നിർത്താൻ പാടില്ല എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ബിസ്മി അടുത്ത സൂറത്തിലേക്ക് അവകാശപ്പെട്ടതാണ്, അതിലേക്ക് ചേർക്കപ്പെട്ട